നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തത്വജ്ഞാനം കൊണ്ട് എല്ലാ കർമ്മങ്ങളും സഞ്ചിതമായതും ആഗാമിയായതും എല്ലാ കർമ്മങ്ങളും നിശേഷം സമൂലം നിർബീജം കത്തി ഭസ്മമാകുന്നു എന്ന് കണ്ടുകൊണ്ട് അവിടെ മുക്തമാകുന്നു. പിന്നെ ഒരു ജന്മമില്ല, തുടർന്ന് ഒരു ജന്മം എന്നുള്ളത് ഒരു മുക്തനില്ല, ഒരു ജീവൻ മുക്തന് ഉണ്ടാകുന്നില്ല, തത്വജ്ഞാനിക്കില്ല എന്നറിഞ്ഞ് ആ ജ്ഞാനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയുണ്ടായി, അത്രയും പവിത്രമായത്, ജ്ഞാനത്തിന് സദൃശമായ ഒരു പവിത്രമായത്, ശ്രേഷ്ഠമായത് മറ്റൊന്നും ഇവിടെ ഇല്ല. അത് കാലേന സമയത്താൽ എങ്ങനെ യോഗ സംസിദ്ധി കൊണ്ട് കർമ്മയോഗം, സമാധി അഭ്യാസങ്ങൾ എന്നതിലൂടെ ചിത്തശുദ്ധിയിലൂടെ എല്ലാം കാലം കൊണ്ട് ഈ ജ്ഞാനത്തെ സ്വയം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്നു. തൻ്റെ സ്വരൂപത്തെ, ആ ചിത്തശുദ്ധി, അതിന് തടസ്സമായിരിക്കുന്ന ദോഷങ്ങളെല്ലാം നീങ്ങുന്നതോടെ ആ തത്വബോധം സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് ജ്ഞാനത്തിൻ്റെ ആന്തര സാധനം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് കിട്ടുന്നത്, ആന്തരമായിട്ടുള്ള എന്താണ് അതിൻ്റെ സാധനം, അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ 39-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അജിരേണാധിഗച്ഛതി. ശ്രദ്ധാവാൻ, ശ്രദ്ധയാണ് വേണ്ടത്. ഗുരുവാക്യങ്ങളിലെ, ശാസ്ത്രങ്ങളിലെ ആ ശ്രദ്ധ, സത്യബുദ്ധി, വിശ്വാസം ഉള്ളവനും തത്പരഹ, അതിൽ തത്പരനായിട്ട്, ആ ഗുരു ഉപാസനയിലൂടെ, ഉപാസന തുടങ്ങിയവണ്ണം നല്ലോണം ചെയ്തുകൊണ്ട് അതിൽ തത്പരനായിട്ട്, അല്ലെങ്കിൽ ഗുരുവാക്യങ്ങളിൽ തത്പരനായിട്ട്, അല്ലെങ്കിൽ ജ്ഞാനത്തിലെ ആ ശാസ്ത്ര നൽകുന്ന ജ്ഞാനത്തിൽ തന്നെ എല്ലാറ്റിലും മേലെ എന്ന് വിചാരിക്കുന്നവനുമായി സംയതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക. വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടോറും നമുക്ക് ആത്മബുദ്ധിയിലേക്ക് പോകാൻ പറ്റില്ല. അത് നമ്മൾ മുന്നും ചർച്ച ചെയ്യാൻ, രണ്ട് തോണിയിലും കാലിട്ട് പറ്റില്ല. അപ്പം ഇന്ദ്രിയ സംയമനം, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവനാകണം സാധകൻ. അതിലേക്ക് കൂടുതൽ മനസ്സ് കൂടുതൽ വിഷയങ്ങളിലേക്ക് നീങ്ങാതെ, അല്ലെങ്കിൽ വിഷയങ്ങൾ ബന്ധനപ്പെടുത്താതെ അതിന് മാറി ഉപരതി ആത്മാവിനേക്ക്, നമ്മളിലേക്ക് തന്നെ മനസ്സിൻ്റെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ തിരിക്കണം എന്ന് പറയുണ്ടായി. അപ്പോൾ അങ്ങനെ എന്തുണ്ടാവും? ജ്ഞാനം ലഭതേ, അവിടെ തത്വജ്ഞാനം ഉണ്ടാകുന്നു, പ്രാപിക്കുന്നു. എന്നിട്ടോ ജ്ഞാനം ലബ്ധ്വ പരാശാന്തിം, പരമമായ ഉത്കൃഷ്ടമായ ശാന്തിയെ, മോക്ഷം എന്ന പരമമായ ശാന്തിയെ അജിരേണ അധിഗച്ഛതി. അജിരേണ, അപ്പം തന്നെ വേഗത്തിൽ. അല്ലെങ്കിൽ അതിന് മോക്ഷം കിട്ടി പിന്നെയും കാലങ്ങൾ കഴിഞ്ഞിട്ട് ശാന്തി, അങ്ങനെയല്ല, മോക്ഷം തന്നെയാണ് ശാന്തി. അജിരേണ അധിഗച്ഛതി, അപ്പം തന്നെ അവിടെ പ്രാപിക്കുന്നു എന്ന് പറയണം. അപ്പോൾ എങ്ങനെയാണ്? ശ്രദ്ധയുണ്ടായിരിക്കണം, അത് തന്നെയാണ് വലുത്. മുമുക്ഷത്വം ഉണ്ടായിരിക്കണം, മോക്ഷ ഇച്ഛ, അത് തന്നെയാണ് പരമമായത്. അതിന് മാത്രമായിരിക്കണം ഇച്ഛ ഉണ്ടാകേണ്ടത്. അപ്പോൾ ശാസ്ത്രങ്ങളും ഗുരുവാക്യങ്ങളും ശ്രദ്ധയുണ്ട്, മോക്ഷ ഇച്ഛയുണ്ട്. പിന്നെ സംയതേന്ദ്രിയനായിരിക്കണം, അതായത് ഇന്ദ്രിയ നിഗ്രഹമുള്ളവനായിരിക്കണം. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് തോന്നുന്ന പോലെ പറഞ്ഞു വിടുന്നവനായിരിക്കരുത്. വിഷയങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അത് ഏത് കാര്യമായാലും, മറ്റുള്ള ലൗകിക കാര്യങ്ങളായാലും, ഇപ്പോൾ ഒരു കുട്ടി പഠിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം മാറി നിന്നാലേ ആ പഠിത്തത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ സാധ്യമാകും. മറ്റുള്ള വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധയെങ്കിൽ പഠിത്തത്തിലേക്ക്, വേണ്ടതിലേക്ക് ശ്രദ്ധ കിട്ടില്ല. എന്നതുപോലെ തന്നെ ആ വിഷയങ്ങളിലേക്ക് പോകും തോറും നമ്മുടെ മനസ്സ് കൂടുതൽ ബന്ധനപ്പെട്ട് കിടക്കും, മനസ്സ് അതിലേക്ക് പറ്റി പിടിച്ച് കിടക്കും. നമുക്ക് നമ്മളിലേക്ക് തിരിയാൻ സാധ്യമല്ല, നമ്മുടെ ഉള്ളിലോട്ട് തിരിയാൻ സാധ്യമല്ല. എന്നിരിക്കെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവനുമായ ആ സാധകൻ ജ്ഞാനം ലഭിക്കുന്നതോടെ, ആ ജ്ഞാനം ലഭിക്കുന്നു, ആ ലഭിച്ചിട്ട് പരമമായ ശാന്തിയെ അജിരേണ അധിഗച്ഛതി, പെട്ടെന്ന് തന്നെ അതിലേക്ക് ആ ജ്ഞാനം കിട്ടിയിട്ട്, പ്രയത്നം മറ്റൊന്നുമില്ല, പിന്നെ ജ്ഞാനം കൊണ്ട് തന്നെയാണ് ആ മോക്ഷം എന്നത് ആ ജ്ഞാനം തന്നെയാണ്. ആ പരമമായ ശാന്തി, ദുഃഖ നിവൃത്തി എന്നത്, മോക്ഷം എന്നുള്ളത് പരമമായ ജ്ഞാനം തന്നെയാണ്. ഇനി ജ്ഞാനം ലഭിച്ച പിന്നെ ഒരു സാധന, അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് കുറെ നേടിയെടുക്കാൻ വേറെ എന്തെങ്കിലും സമാധികൾ, പരിശീലനം, അങ്ങനെ യാതൊന്നുമില്ല. തത്വബോധം തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുകയാണ്. അങ്ങനെ രണ്ടാമത് ഇപ്പോൾ പറയുന്നില്ലേ, പഞ്ചസാരയുടെ അറിവുണ്ടായാൽ പിന്നെ അത് കഴിഞ്ഞ് പഞ്ചസാര അനുഭവിക്കണ്ടേ, കഴിച്ചാലല്ലേ അതിൻ്റെ മധുരം അറിയുള്ളൂ എന്ന് ഈ ജ്ഞാനത്തെക്കുറിച്ച് സാധ്യമല്ല പറയാനെന്നാണ് ഇവിടെ. ജ്ഞാനം എന്നുള്ളത് അപരോക്ഷം തന്നെയാണ്. ജ്ഞാനം പരമമായ സത്യം, നമ്മൾ അപരോക്ഷമായ സത്യത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ കയറിൽ പാമ്പിനെ കാണുമ്പോൾ, ഇരുട്ടത്ത് പാമ്പായി തോന്നുമ്പോൾ ആ പാമ്പിനെ തല്ലിക്കൊന്നിട്ട് വേണ്ട അതിനെ കയറാക്കാൻ.
അത് കയറാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. പിന്നെ പിന്നെ പാമ്പിനെ തല്ലിക്കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പാമ്പിനെ ഓടിച്ചിട്ട് കയറാക്കണം എന്നൊന്നുമില്ല. എന്ന പോലെ തന്നെ ആ അറിവ് അപരോക്ഷമായിട്ട് തന്നെ ഇരിക്കുന്നത്. ആ തത്വബോധം തന്നെയാണ് മോക്ഷം. അത് കഴിഞ്ഞ് ഒരു സമാധി ശീലനം, അവനെല്ലാം ബുദ്ധിയിലെല്ലാം അറിയാം, പക്ഷെ അവൻ്റെ കർമ്മത്തിലൊന്നും കാണുന്നില്ല എന്നൊക്കെ ചില മൂഢന്മാർ തന്നെ പറയേണ്ടി വരും. അവർ പറയുന്നത് കേൾക്കാറുണ്ട്, കർമ്മശുദ്ധി വേണം, നല്ല കർമ്മങ്ങൾ ചെയ്താൽ മതിയല്ലോ, നല്ലത് ചെയ്താൽ മതിയല്ലോ, എന്തിനും ഞാനൊക്കെ എന്നുള്ളത്. അത് അറിവില്ലായ്മയാണ്. താഴെ കിടക്കുന്ന ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ. അതൊന്നും ഈ തത്വത്തിലേക്ക് യാതൊരു കാരണവശാലും അവരൊന്നും അതിലേക്ക് കടന്നു ചെന്നിട്ടില്ല, അല്ലെങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ശാസ്ത്രബോധം ഇല്ലാത്തവർ അങ്ങനെയുള്ളതൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. കർമ്മശുദ്ധി, കർമ്മങ്ങൾ നന്നാവണം, വെറുതെ ബുദ്ധിയിൽ തത്വബോധം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതല്ല. അതെല്ലാമാണ് ഭഗവാൻ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ആ ജ്ഞാനത്തെ ലഭിച്ചിട്ട്, ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ തത്വബോധത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറി ചിത്തശുദ്ധിയായി ആ തത്വബോധം ഉറയ്ക്കുമ്പോൾ ആ ജ്ഞാനം തന്നെയാണ് പരമമായ ശാന്തിയെ ഉണ്ടാക്കുന്നത്. അത് അചിരേണ അധിഗച്ഛതി, വേഗത്തിൽ തന്നെ അത് ആ ജ്ഞാനം തന്നെയാണ് മോക്ഷം. അത് കഴിഞ്ഞൊരു സമാധി, അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഒരു പ്രയത്നം ഉണ്ടാക്കിയെടുക്കൽ. ഈ പഞ്ചസാരയുടെ അറിവുണ്ടായി, ആ പഞ്ചസാര കഴിക്കുന്ന പോലെ മറ്റൊരു പ്രയത്നത്തിൻ്റെ ആവശ്യം തത്വജ്ഞാനത്തിൽ ഇല്ല എന്നതാണ്. അപ്പം ജ്ഞാനം എന്നുള്ളത് അത് അപരോക്ഷമാണ്. ജ്ഞാനം എന്നാണ് അപരോക്ഷമായി. മറ്റേത് വിഷയങ്ങളിലുള്ള, ഇപ്പോൾ പഞ്ചസാരയെ അറിയുന്നത് പോലും അപരോക്ഷമായിരിക്കുന്ന അറിവ്. ഞാൻ ആ ഒരു പഞ്ചസാര ഉണ്ട്, അങ്ങനെ മധുരമാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് വയ്ക്കുക. ആ അറിവ് എന്നുള്ള നിലയ്ക്ക് അത് അറിഞ്ഞു തന്നെയാണ് നയിക്കുന്നത്, അപരോക്ഷമായിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കുമ്പോൾ ആ അനുഭവം ഉണ്ടാകുന്നത് നമ്മളത് ത്രിപുടി, അവിടെ അങ്ങനെ കഴിക്കുന്ന വസ്തു, അത് തമ്മിലുള്ള ബന്ധം, അതിലുള്ള ആ അനുഭവം അതുണ്ടാകുന്നുണ്ട്. ആ അനുഭവവും അപരോക്ഷം തന്നെയാണ്. അപ്പോൾ അറിവ് എന്നുള്ള നിലയ്ക്ക് അതിനെ അറിയുന്നതും, പഞ്ചസാര എന്നുള്ളതിനെ അറിയുന്നതും, പഞ്ചസാര കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവവും, ആ അറിവും രണ്ടും, അറിവ് എന്നുള്ള ഇതിൽ രണ്ടും ഒന്ന് തന്നെയാണ്, അപരോക്ഷം തന്നെയാണ്, അറിയാതെ പോകുന്നില്ല. അങ്ങനെ വിഷയങ്ങളിൽ പോലും അറിവ് അപരോക്ഷമായിരിക്കെ, പിന്നെ ആത്മതത്വം സ്വയം സ്വരൂപം അറിവായിരിക്കെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് അപരോക്ഷം തന്നെയാണ്, അപരോക്ഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനെ പ്രത്യേകിച്ച് ഉണ്ടാക്കി എടുക്കണ്ട. അറിഞ്ഞ ശേഷം പിന്നെ പ്രയത്നമൊന്നും ആവശ്യമില്ല. കർമ്മശുദ്ധി അല്ലെങ്കിൽ കർമ്മത്തിലൂടെ, എന്തെങ്കിലും പ്രയത്നത്തിലൂടെ, സമാധി അഭ്യാസങ്ങളിലൂടെ കണ്ണടച്ചിരുന്ന് അതിനെ ധ്യാനിച്ച്, ആ അറിഞ്ഞതിനെ ധ്യാനിച്ച് അതിനെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിൽ ലയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലയനമല്ല അത്. പഞ്ചസാരയെ കൊണ്ട് വെള്ളത്തിലിട്ട് ലയിപ്പിക്കുന്ന പോലെ ലയനമല്ല. അങ്ങനെ ലയിപ്പിക്കാൻ പറ്റുന്നതല്ല, മറ്റൊന്നിലേക്ക് ലയിപ്പിക്കുന്നതല്ല. ഇവിടെ രണ്ടാമതായിട്ട് യാതൊന്നുമില്ല. ആ ജ്ഞാനം തന്നെ, അറിവായിരിക്കുന്നത് തന്നെ. അതിന് തടസ്സമായത് നീങ്ങുന്നു എന്നുള്ളതാണ്. സൂര്യൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന പോലെ ആത്മസ്വരൂപം തന്നെയാണ് ഇവിടെ എല്ലാം നിറഞ്ഞ അനുഭവ രൂപമായിട്ട് ഇരിക്കുന്നത്. എങ്കിലും അതിനെ അറിയാതിരിക്കുന്ന, തടസ്സമായിരിക്കുന്ന മേഘങ്ങളെ പോലെ, മേഘം മാറുമ്പോൾ സൂര്യൻ അവിടെ തന്നെയുണ്ട്, പ്രത്യേകിച്ച് സൂര്യനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്ന പോലെ അതിന് തടസ്സമായിരിക്കുന്ന മായ അതില്ലാതാകുന്നു. എങ്ങനെ? ഈ ഗുരുവാക്യങ്ങളിലൂടെ, ശാസ്ത്രവാക്യങ്ങളിലൂടെ ആ തത്വബോധം, അതാണ് ശ്രവണം തന്നെയാണ് മുഖ്യമായ അദ്വൈതത്തിന്റെ സാധന. ആ ശ്രവണത്തിലൂടെ ആ തത്വബോധം ഉണ്ടാകുന്നു. അതാണത് കാര്യം. ശ്രവണമാണ്. അതാണ് അദ്വൈത ശാസ്ത്രപ്രകാരം ശ്രവണം തന്നെയാണ് മുഖ്യ സാധനയായിട്ടിരിക്കുന്നത്. ശ്രവണത്തിലൂടെ ആ തത്വബോധം ഉണ്ടാകണം. ആ തത്വബോധം ഉണ്ടാകുന്നു അവിടെ. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായത്? വല്ലതും മായ എന്നുള്ളത് നിലനിന്നുകൊണ്ട് അത് ഇല്ലാതാകണോ? അല്ല. ആ തത്വത്തെ അറിയുമ്പോൾ അത് അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരിക്കലും മായയ്ക്ക് അധീനനായിരുന്നില്ല, അല്ലെങ്കിൽ മായ എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. മുന്നും എന്നും ആ തത്വം തന്നെയാണ് ഇവിടെ നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നത്. ആ തത്വം മാത്രമേ നിലനിൽക്കുള്ളൂ എന്നതാണ് ജ്ഞാനം. അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ അവിടെ മായ എന്നുള്ളതും ഇല്ല. മായ എന്നൊക്കെ പറയുന്നത് അത് ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ആ പ്രതീതമായി, സത്യബുദ്ധിയായി തോന്നുന്നത്. എന്തുകൊണ്ട്? ഇല്ലാത്തതിനെ ഉള്ളതായി തോന്നുന്നു. അതിനെയാണ് മായ എന്ന് പറയുന്നത്. ഇപ്പൊ കയറിൽ പാമ്പിനെ കണ്ടു എന്ന് പറയുന്നത് അവിടെ ഒരു പാമ്പ് ഉണ്ടായിരുന്നു ഒന്നുമല്ല. മുന്നും അത് കയറായിരുന്നു. പാമ്പായി കാണുമ്പോഴും ഭയമുള്ളപ്പോഴും അത് പാമ്പായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അത് കയറ് തന്നെയാണ്. അത് കഴിഞ്ഞ് അതിന്റെ ആ പാമ്പിനെ മാറ്റിയിട്ടല്ല കയറായത്, ആ കയറിനെ കയറായിട്ട് ബോധിച്ചു. അപ്പൊ എങ്ങനെ ബോധിക്കുന്നത്? മുന്നേയും കയറായിരുന്നു, ഇപ്പൊ കാണുന്നതും കയറാണ്. ഇനി പാമ്പായിട്ട് തോന്നിയാലും അതെന്താണ്? പാമ്പിനെ പോലെ തോന്നുമ്പോഴും അത് വീണ്ടും കയറ് തന്നെയാണ് പിന്നീടും വരുന്നത്. എന്ന പോലെ തന്നെ ഇവിടെ ആത്മബോധമല്ലാതെ, ആത്മതത്വമല്ലാതെ മറ്റൊന്നും യാതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ആ സംഭവിച്ചിട്ടില്ല, പിന്നാലും അത് സംഭവിച്ച പോലെ തോന്നുന്നു. ആ സത്യബുദ്ധി വന്നു. അതിനെയാണ് മായ എന്ന് പറയുന്നത്. ഒരു അജ്ഞാനിക്ക് മായയാണെന്ന് പറയുന്നത്.
അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. മായ എന്ന് പറയുന്നത് വേറൊന്നായിട്ട് ഉണ്ടായിട്ടേ ഇല്ല. അതാണ് സത്യം. അങ്ങനെയാണ് തത്വബോധം. അല്ലാതെ ശങ്കരനെ മായാവാദിയാണ്, അദ്വൈതികളെല്ലാം മായയാണ് പറയുന്നത്, ഈ ലോകത്തെ മായയാണ്, അങ്ങനെയല്ല. അത് ശരിക്കും നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാത്തതുകൊണ്ട് വല്ലവിടുന്ന് ചെറുതായിട്ടൊക്കെ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. മായാ സിദ്ധാന്തിയാണ്, മായാവാദിയാണ് ശങ്കരൻ, അദ്വൈതികളെല്ലാം മായാവാദികളാണ്, ലോകത്തിന്റെ ആ അസ്തിത്വത്തെ മനസ്സിലാക്കുന്നില്ല, സത്യത്തെ ഉൾക്കൊള്ളുന്നില്ല, അവരെ വേറെ ഏതോ ലോകത്താണ് എന്നൊക്കെ പറയും. ഒന്നുമല്ല. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ശങ്കരൻ പറഞ്ഞതിന് ശങ്കര ഭാഷ്യങ്ങളിലൂടെ പഠിക്കാത്തവരാണ് അത് പറയുന്നത്. ശങ്കരനെ പഠിച്ചിട്ടില്ല. എവിടുന്നൊക്കെ എന്തൊക്കെ കേട്ടു, അദ്വൈതമൊക്കെ പറയുന്നത് കേട്ടു. അല്ലെങ്കിൽ ചിലവർ അദ്വൈതത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നടക്കുന്നത് കാണാറുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് കേൾക്കാറുണ്ട്. അവരെ കേട്ടു അല്ലെങ്കിൽ അവരെ കണ്ടു, അതിലൂടെയൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത്. അല്ലാതെ ശങ്കരനെ ശരിക്കും പഠിച്ചവർ ശങ്കരൻ മായാവാദിയാണെന്ന് ഒരിക്കലും പറയില്ല. ശങ്കരൻ ആത്മാസത്വവാദിയാണ്. സർവം ഇതം ഖലു ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് പറയുന്നത്. ഇതിനൊന്നും നിഷേധിച്ചിട്ടുമില്ല, ഇതൊന്നും ഇല്ലാതാകുമെന്ന് പറയുന്നില്ല. ഇതെല്ലാം പ്രതീതമായിട്ട് ഇതെല്ലാം സത്യത്വമുണ്ട്. അപ്പോൾ ഈ മോഡേൺ സയൻസിനെ പോലും അത് ആ സയൻസിന്റെ വഴിയിൽ സത്യം തന്നെയാണ്, സയൻസിന്റെ തലത്തിൽ അത് സത്യം തന്നെയാണ്. അതിനെയൊന്നും നിഷേധിക്കുന്നതല്ല അദ്വൈതം. നമ്മൾ വിചാരിക്കും ഈ സത്യങ്ങളെയൊക്കെ നമ്മൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തെ അദ്വൈതത്തിന് എന്ത് പ്രസക്തി, ആധുനിക കാലഘട്ടം സയൻസാണ് സത്യം, ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ സത്യമാണ്, അതാണ് സത്യം എന്നെല്ലാം പറയുന്നവരുണ്ട്. സയൻസിന്റെ വഴിയിൽ സത്യം തന്നെയാണ്. അതല്ല ഇവിടെ ചർച്ച. ഇവിടെ ആത്മതത്വം എന്നുള്ള ഒരു ചിന്താ പദ്ധതിയിൽ, അദ്വൈത ചിന്താ പദ്ധതിയിൽ ആ ആത്മബോധം എന്നുള്ളത് ഇതിനെയൊന്നും ഇല്ലാതാക്കുന്നതല്ല, ഇതിനെല്ലാം ബാധിക്കപ്പെടുകയാണ് ചെയ്യണം. ഈ സത്യത്വത്തെ നമ്മൾ ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പം ഈ പറയുന്നത് മൊബൈലിലൂടെയാണെങ്കിലും മൈക്കിലൂടെ ആണെങ്കിലും മറ്റുള്ള ആധുനിക സൗകര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെല്ലാം നിഷേധിച്ചുകൊണ്ടല്ല എല്ലാം ആത്മാവാണെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകൾ പലതും ഉണ്ട്. കാര്യങ്ങളെ വേണ്ട വിധം ചിന്തിച്ച് മനസ്സിലാക്കാത്തവരുകൊണ്ടാണ് അതങ്ങനെയെല്ലാം തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെയെല്ലാം പറയുന്നു എന്നുള്ളത് തോന്നുന്നത്. സത്യത്തിൽ ശങ്കരാചാര്യർ മായാവാദി അല്ല, ആത്മതത്വവാദി തന്നെയാണ്. ആത്മതത്വത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മായ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അങ്ങനെ വന്നാണെങ്കിൽ ഒരു സത്യം എന്നുള്ളതും മായ എന്നുള്ളതും രണ്ടായില്ലേ, ദ്വൈതമായില്ലേ അവിടെ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സത്യത്തെ വേറെ വല്ലതും കൊണ്ട് മറയ്ക്കാൻ കഴിയുമോ? അങ്ങനെ വല്ലതും മറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മറയപ്പെട്ടതല്ലേ വലുതായിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ സൂര്യനെ നമ്മൾ ഇവിടുന്ന് കാണില്ല പറഞ്ഞെങ്കിൽ സൂര്യനേക്കാളും മേഘം വലുതായതുകൊണ്ടാണോ? അല്ല, നമ്മൾ ദൂരെ നിൽക്കുന്നതുകൊണ്ടാണ്, നമുക്ക് ശരിയായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. സൂര്യനെ മറയ്ക്കാനൊന്നും സാധ്യമല്ല. ഒരു മേഘം മറയ്ക്കാൻ പറ്റുമോ? സൂര്യനെ ഇത്രയും വലിയ ഗ്രഹത്തെ എങ്ങനെ മറയ്ക്കാനോ? നമ്മൾ നിൽക്കുന്നത് ദൂരെയാണ്, നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ദൃഷ്ടിദോഷമാണത്. അല്ലാണ്ട് സൂര്യനെ മറച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ദൃഷ്ടിക്ക് ദോഷം കൊണ്ടാണ് അത് കാണാൻ കഴിയാത്തത്. എന്ന പോലെ തന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇവിടെ മായ ഉണ്ട്, അല്ലെങ്കിൽ ആത്മാവിനെ മായ മറച്ചിരിക്കുന്നു, മായ കൊണ്ടാണ് ആത്മബോധം ഇല്ലാത്തതെന്നുള്ളതൊക്കെ തോന്നുന്നത്. സത്യത്തിൽ ഇത് അറിയുന്നത് മുഴുവൻ, ഈ അനുഭവമെല്ലാം സത്ത് ചിത്ത് ആനന്ദം തന്നെ, സത്തായി ഇവിടെ നിൽക്കുന്ന, ഉണ്മയായി നിൽക്കുന്ന, അറിവായി നിൽക്കുന്ന, ഇതെല്ലാം ഉണ്ട് എന്നറിയുന്നത്, ഇതെല്ലാം ഈശ്വര തത്വം തന്നെയാണ് ഇവിടെയുള്ളത്. ഈശ്വര ഭിന്നമായിട്ട് ഇവിടെ യാതൊന്നുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ അനുഭവമായിരിക്കുന്നത് ഉള്ളും അകവും പുറവുമായി നിൽക്കുന്നത് എല്ലാം ആ ഈശ്വര തത്വം തന്നെ എന്നിവിടെ ഭഗവാൻ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ അചിരേണ ശാന്തിം അധിഗച്ഛതി, ആ ജ്ഞാനത്തെ ഉണ്ടായി പിന്നൊരു സമാധി അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് വേറെ കർമ്മശുദ്ധി അങ്ങനെയുള്ളൊന്നുമില്ല. ജ്ഞാനിയാണ്, അവൻ വലിയ ജ്ഞാനിയാണ്, അവൻ്റെ കർമ്മം കണ്ടാൽ മതി, അവൻ ചെയ്യുന്നത് നോക്കിയാൽ മതി എന്നൊക്കെ മൂഢന്മാരാണ് പറയുക. വിവരമില്ല, അവർ കർമ്മത്തെയാണ് കാണുന്നത്, അവർക്ക് കർമ്മമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അവർ എന്നിട്ടോ പുണ്യം ചെയ്യുന്നുണ്ടോ പാപം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സ്വയം ചിന്തിക്കൂല. മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് ശ്രദ്ധ മുഴുവൻ. നമ്മുടെ കണ്ണുകൾ വിഷയങ്ങളിലൊക്കെ പുറത്തേക്കാണല്ലോ നമ്മുടെ ശ്രദ്ധകൾ മുഴുവൻ. അപ്പോൾ അതിലൂടെ നമ്മൾ ആന്തരികമായിട്ട് ഉള്ളിലേക്ക് നമുക്ക് തിരിയാനുള്ള അതുമില്ല. എല്ലാവരും ഞാൻ പലരും കേൾക്കാറുണ്ട് ഇങ്ങനെ, ഇതൊക്കെ എന്തിനാ, നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ മതി, നല്ലത് ചെയ്താൽ മതി, അത് മതിയല്ലോ ഈ ലോകത്ത്. നമ്മൾ നല്ലവരാണെന്നാ, ചെയ്യുന്നവരൊക്കെ നല്ലവരാണെന്ന് ചിന്തിച്ചിട്ടാണ്. അവിടെ പുണ്യം പോലും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, പുണ്യവും പാപവും രണ്ടും ബന്ധനമാണ്. പുണ്യഭാവങ്ങളെ എല്ലാം ഈ ജ്ഞാനം കൊണ്ടാണ് നമ്മൾ നിശേഷം സമൂലം കത്തി ഭസ്മമാക്കി തീർക്കുന്നത്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ എന്ന് പറയുന്നത്. ഇതെല്ലാം കർമ്മബന്ധനമാണ്. കർമ്മമേ ബന്ധനമാണ്, നല്ല കർമ്മമായാലും അത് പാവകർമ്മങ്ങളായാലും. അപ്പം അതിന്നാണ് മുക്തി എന്ന് പറയുന്നത്. ഞാൻ എന്നിൽ കർമ്മമില്ല എന്നുള്ളതാണ്. പിന്നെ സത്കർമ്മങ്ങളൊക്കെ ചെയ്താൽ നല്ലത് തന്നെ, സമൂഹത്തിനും അവനവനും എല്ലാവർക്കും ഒക്കെ നല്ല തന്നെ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ആവശ്യം തന്നെയാണ്, നല്ലത് തന്നെയാണ്. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം എന്നുള്ള തിരിച്ചറിവില്ല. ഇവിടെ അങ്ങനെ ഒരു ജ്ഞാനമാണ്, ഇവിടെ ആത്മജ്ഞാനമാണ് ആവശ്യം. അല്ലാണ്ട് സാമൂഹ്യമായ ധർമ്മവും നീതിയൊക്കെ വേണ്ടതാണ്, സമൂഹത്തിലും വ്യക്തിക്കും എല്ലാവിടെയും ആവശ്യമാണ്, എല്ലാ മേഖലകളിലും ആവശ്യമാണ്.
പക്ഷെ അതല്ല ഇവിടെ ചർച്ച. ഇവിടെ ആത്മബോധത്തെക്കുറിച്ചാണ്. ആത്മബോധത്തിൽ കർമ്മമേ ഇല്ല. തത്വബോധത്തിൽ കർമ്മവും കർമ്മഫലങ്ങളും പുണ്യവും പാപവും യാതൊന്നും സ്പർശിക്കാത്തതാണ്. സ്വന്തം സ്വരൂപം അതാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ മുക്തനായിത്തീരുന്നു. എങ്ങനെയുള്ളവൻ? ശ്രദ്ധയുള്ളവനും അതിൽ തന്നെ തത്പരനായി മോക്ഷ ഇച്ഛ, ഈ തത്വബോധത്തെ ബോധിക്കണം, സാക്ഷാത്കരിക്കണം എന്ന് വിചാരിക്കുന്നവനും, സംയതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവനും ഉള്ളവന് ആ ജ്ഞാനം ലഭ്യമാകുന്നു. ആ ജ്ഞാന ലഭ്യത്തോടുകൂടി പരമമായ ശാന്തിയെ, അല്ലെങ്കിൽ ഈ ആത്യന്തികമായ ദുഃഖനിവൃത്തിയെ, മോക്ഷത്തെ അചിരേണ അധിഗച്ഛതി, അപ്പം തന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുക. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ചെറു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോസ് എല്ലാം ലഭിക്കാനായിട്ടും മറ്റുള്ളവർക്ക് അത് ലഭ്യമാക്കാനും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ. അതുപോലെ ഈ വീഡിയോസ് എല്ലാം അല്ലെങ്കിൽ ഈ ചാനൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. നമസ്കാരം.